ആദരണീയരായ ഭക്തജനങ്ങളെ, വേദിയിലിരിക്കുന്ന നാരായണേട്ടൻ, എല്ലാവരുടെയും തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വാക്കുകൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ധരിക്കുന്ന ഒരർത്ഥമല്ല സംസ്കൃതത്തിൽ. ക്ഷേത്രം എന്ന് കേൾക്കുന്ന മാത്രയിൽ ഒരാൾക്ക് സംസ്കൃത വിദ്വാൻ മനസ്സിലാവുന്നത് ഒരു ഫീൽഡ് എന്നുള്ള അർത്ഥമാണ്. ഫീൽഡ്, ഒരു പ്രദേശം എന്നുള്ള തോന്നിച്ചുണ്ടാവുക. കുറച്ചും കൂടി ആലോചിക്കുമ്പോഴും നമുക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിനിലം എന്നാണ് സാധാരണ പറയുക. വയൽ, അതേപോലെ തന്നെ ഭഗവത്ഗീത എടുത്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ശരീരമാണ്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇത് ഏതായാലും ക്ഷേത്രം എന്ന ശബ്ദത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് ഫിസിക്സ് പറയുന്ന ഒരർത്ഥമാണ്. ഫീൽഡ് എന്ന ഒരു പ്രദേശം എന്ന ഒരർത്ഥമാണ് മൊത്തത്തിൽ ഇത് നമുക്ക് തോന്നുന്നു. എന്നാൽ തന്ത്രശാസ്ത്രപരമായിട്ട് ക്ഷേത്രം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്ഷതാവ് ത്രായതേ, ക്ഷതത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുന്നത് എന്ന് ഒരർത്ഥാണ് സാധാരണ പറയുക. നമുക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും അരയങ്കാവ് ദേവിയുടെ മുന്നിൽ ചെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും, ആ ദുഃഖത്തിന് ശമനം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ക്ഷേത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ അധിദേവത, ഈ അധിദേവതയെ കുടിയിരുത്തുന്ന സമ്പ്രദായം പല പ്രകാരത്തിലാണ്. അപ്പൊ ആ ക്ഷേത്രദേവതയെ അവിടെ ഇരുത്തുന്ന പ്രക്രിയ അനുസരിച്ച് പല തരത്തിലാണ് ക്ഷേത്രത്തെ വിഭജിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രീകോവില്, ചുറ്റമ്പലം, വലിയ ബലിക്കലിനുള്ള സൗകര്യം, ബലിക്കൽപുരാന്ന്, അത് കഴിഞ്ഞ മതിലിന് പുറത്ത്, അകത്തും പുറത്തും ഒക്കെ പ്രദക്ഷിണ വഴികൾ, ഇങ്ങനെയുള്ള സാങ്കോപാംഗമായ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ 5 പ്രാകാരങ്ങൾ പ്രധാനമായിട്ടും അതിലുണ്ടാവും എന്ന് നമുക്കറിയാം. ഈ ക്ഷേത്രം തന്ത്രശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യ ശരീരത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം പ്രത്യഭിധീയം. നമ്മളുടെ ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ ശരീരമാണ് ഈ കാണുന്ന പ്രാകാരങ്ങൾ അടങ്ങുന്ന ക്ഷേത്രം എന്നാണ് തന്ത്രശാസ്ത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പല മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ അടുത്ത് മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാൾ ചെല്ലുമ്പോൾ ഒരുപാട് മര്യാദകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം എവിടം വരെയുള്ളൂ, അടുത്ത ആളുടെ മൂക്കിന്റെ അറ്റം വരെയുള്ളൂ നമ്മൾ സാധാരണ പറയുന്നത്. അത്രേ സ്വാതന്ത്ര്യം നമുക്കുള്ളൂ. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വലിയ സ്വതന്ത്രവാദിയായാലും സ്വതന്ത്രനാണെങ്കിലും മറ്റൊരാളുടെ പരിധിയുടെ പുറത്ത് വരെ മാത്രമേ അയാൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അതുപോലെയാണ് ക്ഷേത്രത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് പതിവ്? അനാദികാലം മുതൽ ക്ഷേത്രം നമ്മൾ ദർശിക്കുന്നുണ്ട്, നമ്മുടെ പൂർവികർ ദർശിക്കുന്നുണ്ട്. ഈ ക്ഷേത്രം ഉണ്ടായത് തന്നെ ആദ്യകാലത്തൊക്കെ ചരിത്രകാരന്മാർ പലരും പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ യജ്ഞ സംസ്കാരമാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടായതെന്ന്. യാഗം ചെയ്യുക എന്ന ഒരു ക്രമമാണ്. ആ കാലത്ത് ക്ഷേത്രമില്ല. വൈദിക കർമ്മങ്ങൾ, പിന്നീട് താന്ത്രിക കർമ്മങ്ങൾ വന്നതാണ്, പരിഷ്കരിച്ചു കൊണ്ടുവന്നതാണ് എന്നാണ് ഒരു വലിയ വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ നമുക്ക് നിശ്ചയമില്ല. കാരണം നമുക്കൊരു 100 വർഷത്തിന് പിറകിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പ്രശ്നമില്ല എന്ന ഒരു നിലപാടിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ഉള്ളത്. എന്തായാലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാനില്ല. പക്ഷേ ഈ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നത്, യാഗം ചെയ്യുന്നത്, നിങ്ങൾ യാഗം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യാഗം ചെയ്യുമ്പോൾ അവിടെ 3 തരത്തിലുള്ള അഗ്നി ജ്വലിപ്പിച്ച് അതിലാണ് ക്രിയകളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ യാഗശാല തന്നെ കത്തിച്ച് അല്ലെ അഗ്നിയെ മാത്രം സ്വീകരിച്ച് തിരിച്ചു പോവുകയാണ് പതിവ്. ഇതാണ് സാധാരണ യാഗത്തിന്റെ സമ്പ്രദായം. അഗ്നയേ സ്വാഹ ഇദം ന മമ എന്ന സങ്കല്പത്തില് അഗ്നിക്ക് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ചു യാഗശാലയിലേക്ക് എന്തെല്ലാം കൊണ്ടുവന്നുവോ അതൊക്കെ അവിടെ തന്നെ ഒന്ന് കത്തിക്കുക. ആകെ ഈ 3 തരത്തിലുള്ള അഗ്നിയെ 3 പാത്രത്തിലാക്കി, മൺപാത്രത്തിലാക്കി, അത് മാത്രമേ യജമാനൻ തിരിച്ചു കൊണ്ടുപോകൂ. ഇതാണ് യാഗത്തിന്റെ ഒരു സമ്പ്രദായം. ഇത് ഒരു പക്ഷേ കാലക്രമത്തിൽ താൽക്കാലിക ഒരു പ്രക്രിയയാണല്ലോ. ഒരു സ്ഥലം ഉണ്ടാക്കുക, യാഗം ചെയ്യുക, അതൊന്ന് കത്തിക്കുക, അഗ്നി കൊണ്ട് ശബ്ദത്തിലേക്ക് പോവുക, മഠത്തിലേക്ക് പോവുക. ഈ താൽക്കാലിക പ്രക്രിയ ക്രമത്തിൽ ഒരു സ്ഥിര പ്രക്രിയയായിട്ട് മാറി എന്ന് വേണം ധരിക്കുക. ചരിത്രകാരന്മാരുടെ ഒരു വ്യൂ ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ യാഗാഗ്നി എന്നതിന് പകരം ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു. യാഗശാലക്ക് പകരമാണ് നമ്മൾ ഇന്ന് കാണുന്ന അമ്പലം എന്ന് പറയുന്ന നാലമ്പലവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പ്രക്രിയ മുഴുവൻ അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോ വൈദികം താന്ത്രികം എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നതിനോട് ഈ ക്ഷേത്ര ആചാരങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഏതായാലും പഠനത്തിന്റെ പ്രക്രിയ വേറെയാണ്, ജീവിതത്തിന്റെ പ്രക്രിയ വേറെയാണ്. കാരണം അത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. പഠിപ്പിന്റെ വഴിക്ക് പോകും, ജീവിതത്തിന്റെ വഴിക്ക് പോകും. ഈ പഠിപ്പ് ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടുകയും ചോദിച്ചാൽ 90% ഒരു പ്രയോജനമില്ലാത്ത പഠിപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എങ്കിലും നമ്മള് ജനിച്ചത് മുതൽ കണ്ട് വളർന്ന് ശീലിച്ച ചില സംഗതികളുണ്ടാവും. അതാണ് ക്ഷേത്രാചാരത്തിന് മുഖ്യം. ബാക്കിയുള്ളതൊന്നും മുഖ്യമല്ല, എല്ലാം ഗൗണമാണ്. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാര് ചെയ്തു വരുന്ന ഒരു പ്രക്രിയയുണ്ട്, അതിനാണ് പ്രാമാണ്യം. അല്ലാതെ പുസ്തകത്തിൽ കാണുന്നതിന് പ്രാമാണ്യമില്ല ഈ കാര്യത്തിൽ. എന്താ ഇതിന് പറയാൻ കാരണം ചോദിച്ചാൽ, ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെതായ ഐതിഹ്യങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉണ്ടാകും. ചില ദിക്കിലെ പൂർണ്ണമായിട്ട് പ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല. ചില ദിക്കില് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആദ്യം പുറത്തുള്ള ദേവതകളെയൊക്കെ പ്രദക്ഷിണം ചെയ്തതിന് ശേഷം മാത്രമേ അകത്ത് പ്രവേശിച്ച് പ്രദക്ഷിണം ചെയ്യാൻ പറ്റൂ. ചില ദിക്കില് പ്രദക്ഷിണമേ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ ഓരോ ക്ഷേത്രത്തെ സംബന്ധിച്ചും ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അതിന്റെ വികാസവുമായി ബന്ധപ്പെട്ട് ആചാര സംഹിതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് പ്രാമുഖ്യം. എങ്കിലും പൊതുവായി തന്ത്രശാസ്ത്രം പറയുന്ന ഒരു പ്രക്രിയയും കൂടിയുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരയങ്കാവ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന് മാത്രമായിട്ടുള്ള പ്രത്യേകതയും കാണും, പൊതുവായിട്ടുള്ള സമ്പ്രദായങ്ങളും കാണാം.
അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ഭക്തർ എങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്? അതാണ് ക്ഷേത്രാചാരം എന്ന് പറയുന്ന സാധനം. നമുക്കറിയാം, കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രം ധരിച്ച് ആണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ഇത് എല്ലാവർക്കും അറിയാം. ചിലർ പറയും നനച്ചിലെടുത്തിട്ടാണ് പറയും. നനച്ചിലെടുത്തിട്ട് ദേവദർശനത്തിന് വിധി കാണാനില്ല. തെറ്റൊന്നുമില്ല. കാരണം അമ്പലക്കുളത്തിൽ കുളിച്ചു ആ ഊറിനോടെ പോയി തോത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തകരാറൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു വിധാനമില്ല. കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ ദർശിക്കുക എന്നുള്ളതാണ്. ആ വസ്ത്രധാരണത്തിന് പോലും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലളിത വസ്ത്രം ധരിച്ചിട്ട് വേണം എന്നാണ് പറയുക. ലാളിത്യം നമ്മളുടെ ഓരോ പ്രക്രിയയിലും ഉണ്ടാകാം. എന്താ കാരണം? ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ചൈതന്യം ഭഗവാൻ, ഭഗവതി, ഈശ്വരൻ രാജതുല്യമായ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. ഇപ്പൊ രാജാവിന്റെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ ഏത് നിലയിലായിരിക്കണോ ആ നില നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അയാൾക്ക് സദ്ഗുണങ്ങളുണ്ടാവും, ഇല്ലേ, ചീത്ത ഗുണങ്ങളും ഉണ്ടാവും. ഇപ്പം ദേഷ്യം എന്ന് പറയുന്ന ഒരു സ്വഭാവം എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ രാജാവിനുണ്ടാക്കാം. സന്തോഷം അതുണ്ടാവും. സ്തുതി കേട്ട് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈശ്വരന് ഈ വികാരങ്ങൾ ഇല്ലാതാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ശാസ്ത്രത്തിൽ പറയും ക്ലേശകർമ്മ വിഭാഗാശൈഹി അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര. ക്ലേശകർമ്മ വിഭാഗാശയങ്ങളൊന്നും സ്പർശിക്കാത്ത ആളാണ്, പുരുഷവിശേഷനാണ് ഈശ്വരൻ. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊരു വിഗ്രഹത്തിലേക്ക് നമ്മൾ ആവാഹിക്കുമ്പോൾ, ഒരു വിഗ്രഹത്തിലേക്ക് ചൈതന്യമാക്കി സംരക്ഷിക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളേന് അപരിമിതമായ ശക്തിയുള്ള ഓരോ ആത്മാവും നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, രണ്ട് കൈയും രണ്ട് കാലും ഒക്കെയുള്ള നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച ശക്തിയാണ് ആത്മാവിനെ പ്രകടിപ്പിക്കാൻ പറ്റുക. ഒരു കാലും ഒരു കൈയിലെങ്കിലോ അതിനനുസരിച്ചിട്ടുള്ള ശക്തിയാണ് പ്രകടിപ്പിക്കാൻ പറ്റുക. കാലില്ലെങ്കിലോ അത്രയും ശക്തി പ്രകടിപ്പിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ തത്വം. ഈ ജീവിതത്തിന്റെ തത്വം അതാണ്. അത് തന്നെയാണ് ഈശ്വര തത്വം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജാവ് എപ്രകാരമാണോ അപ്രകാരമാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് രാജഭരണകാലത്തെ അനുഭവങ്ങളോ പരിചയങ്ങളോ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിലാണ് നമ്മളുടെ സാമ്പ്രദായികമായ പ്രക്രിയ എന്താണെന്നും ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച പ്രമാണങ്ങൾ എന്താണെന്നും അറിയേണ്ടത്. രാജാവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ സാധാരണ എങ്ങനെയാ ചെല്ലുക? ചെല്ലണമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞു, വളരെ വിനയം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രാജാവിന്റെ മുന്നിൽ വേഷവിധാനത്തിലായാലും സംസാരത്തിലായാലും നമ്മളുടെ ചലനത്തിലായാലും ഭാവഹാവാദികളിലൊക്കെ ലാളിത്യം സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. മാത്രമല്ല, രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം വേണമല്ലോ. ചെറിയ കുട്ടികളെ, അതുപോലെ വളരെ പ്രായമായവരും രോഗികളും ഇവരെയൊക്കെ കാണാൻ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകാതെ കാണാൻ പാടില്ല എന്നാണ് നമ്മളുടെ സമ്പ്രദായം. അങ്ങനെയല്ലേ പതിവ് നമ്മൾ കുട്ടികളുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും. അതുപോലെ പ്രായമായിട്ടുള്ളവർ വീട്ടിൽ പോകുമ്പോഴും കൊണ്ടുപോകും. ഇതൊരു ഗൃഹസ്ഥൻ വഹിക്കേണ്ട ധർമ്മമാണ്. അതുപോലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. എന്താ കൊണ്ടുപോവുക? ഒരു പാക്കറ്റ് മത്സ്യം കൊണ്ടുപോവുക എന്ന് തീരുമാനിക്കുന്നില്ല. എന്താ കാരണം? ക്ഷേത്രത്തിൽ എന്താണ് അങ്ങനെയുള്ള സ്ഥലം കേട്ടോ. മത്സ്യവും മാംസവും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളം. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. കണ്ണൂർ ജില്ലയിൽ അതിപ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ, 3 ക്ഷേത്രങ്ങൾ, 2 ദേവീ ക്ഷേത്രങ്ങൾ തന്നെ അത്തരത്തിലുള്ളതാണ്. മാടായിക്കാവ് അമ്മയും അതുപോലെ മാമാനക്കുന്നത്ത് അമ്മയും, 2 അമ്മമാരും ഈ തരത്തിലുള്ളവരാണ്. പ്രശ്നക്കടവ് മുത്തപ്പന്റെ കാര്യം എന്ന് പറയുകയല്ല, അതൊന്നും നിഷിദ്ധമല്ല. ആ സ്ഥലത്ത് അത്രയും
എല്ലാ സ്ഥലത്തും അതുകൊണ്ട് അവിടെ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ അത് അങ്ങനെയില്ല. അപ്പൊ ഇവിടെ നമ്മളൊരു പ്രഭുവിനെ കാണാൻ പോകുമ്പോൾ എന്ത് മര്യാദ പാലിക്കണോ അത് നമ്മൾ ആലോചിച്ചാൽ, നമ്മളെ ഒരാളെ കാണാൻ വരുമ്പോൾ അവരെങ്ങനെ വന്നാലാണ് നമുക്ക് സന്തോഷമാവുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ? അപ്പൊ ഞാൻ നമ്മളടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്കതൊരു രസം തോന്നില്ല. എല്ലാം എന്റെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളടുത്ത് വന്നതെങ്കിൽ അതിലൊരു സുഖമില്ലാത്ത ഏർപ്പാടുണ്ട്. അവിടെയാണ് നമ്മളെ ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു ശാസ്ത്രം പറയുന്നത്, കാണുമ്പോൾ പ്രാഭേദം വേണമെന്നുണ്ട് നായൻ. മഹാകവി പാടിയത് അങ്ങനെയാണ്. പ്രഭുക്കളെ പ്രാഭവമുള്ളവരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും പൊതു കയ്യിൽ കരുതണമെന്നാണ്. അതെന്ത് വേണം ചോദിച്ചാൽ യഥാശക്തി എന്നാണ് ശബ്ദം പറയുക. ശക്തി അനുലംഘ്യ, ശക്തിയെ അതിക്രമിക്കാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശക്തിയെ അതിക്രമിക്കാതെ? അങ്ങനെ നമ്മുടെ ശക്തി എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ്. അപ്പൊ അമ്പലത്തിൽ പോകണമെങ്കിൽ ആദ്യം വേണ്ടതാണ് നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തിക ശക്തി, ശാരീരികമായ ശക്തി, ഇങ്ങനെ പലരും എണീറ്റ് നടക്കാൻ വയ്യാത്ത ആൾക്ക് എനിക്ക് ഇന്ന് ശബരിമലക്ക് പോകണമെന്ന് തോന്നിയ വിഷമം ഇല്ലേ? അത് സന്തോഷമല്ല നമുക്ക് തരിക, ദുഃഖമാണ് തരിക. കൂടെ ഉള്ളവർക്കോ അതന്നെയാണ് തരിക. അപ്പോ അവനവന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. അങ്ങനെ സാമ്പത്തികമായ ശക്തി നല്ലോണമുള്ളവർ നല്ലോണം കൊടുക്കണം ക്ഷേത്രത്തിൽ. ഒരാളുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ, അയാളുടെ വരുമാനത്തിന്റെ 6-1 5-1 രണ്ട് സമ്പ്രദായമാണ്. അപ്പൊ 6-1 അല്ലെങ്കിൽ 5-1 ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ സമ്പാദ്യത്തിന്റെ 5-1 എന്ന നിലയിൽ 20% 20% എന്ത് ചെയ്യണം? നമ്മൾ ഭാവി കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെക്കണം. പുത്രന്മാർക്കും പൗത്രന്മാർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം, നിർബന്ധം. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 20% നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ കൊണ്ട് അതിനെ കൂട്ടി വെച്ചിട്ട് കഞ്ഞിയുടെ വെള്ളം കോരി കുടിച്ച് ജീവിച്ചാൽ പറ്റില്ല. നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ 100 രൂപ 20 രൂപ നമ്മൾ അന്നത്തെ ചെലവിന് വേണ്ടി ഉപയോഗിക്കണം. ഭോഗായ എന്നാണ് പറയുക, അനുഭവിക്കണം. അത് നിർബന്ധം. ഇല്ലെങ്കിൽ എന്ത് അയാളുടെ ജീവിതം പോക്ക. ആരുടെ ജീവിതമാണ് പോക്ക് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവരുടെ ജീവിതമാണ് പോക്ക് എന്ന് അപ്പൊ തന്നെ തീരുമാനം. 20% നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കാൻ ഉപയോഗിക്കണം. ചിലരങ്ങനെയാണ്, ഒരു കെട്ട് നോട്ടുണ്ടാവും 500 റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് കീശയിൽ വെച്ചിട്ടുണ്ടാവും, കുറച്ച് നോട്ട് ബാഗിലും വെച്ചിട്ടുണ്ടാവും. പക്ഷേ 12:30 1 മണി 1:30 2 മണി ആയാലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാണ്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് അവിടെ കിട്ടിയതുണ്ടെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ഈ 2 മണി വരെ ഞാൻ പട്ടിണി നടന്നത് എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഇവിടെയാണ് അനുഭവ യോഗം എന്ന് പറയുന്ന ഒരു സാധനം. ജ്യോതിഷികൾ പറയും കേമദ്രുമ യോഗം എന്നൊക്കെ പറയും. ചന്ദ്രന്റെ 20 ഗ്രഹമില്ല, പിന്നെ അതുപോലെ 4, 7, 10 ഭാവങ്ങളിൽ ഗ്രഹമില്ലെങ്കിൽ അയാൾക്ക് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, അകത്തേക്ക് പോകാനുള്ള യോഗമില്ല. അതാണ് കേമദ്രുമ യോഗം. ദാരിദ്ര്യം എന്ന് പറയാം. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് മാനസിക ദാരിദ്ര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതാണ്. എന്ത് കിട്ടിയാലും അത് മതിയാവായി കഴിയില്ല, പോരാന്ന് തോന്നുന്നു. ഇതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. അത് ഏത് വിഷയത്തിലായാലും. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സാമ്പത്തികം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ സമ്പത്തിന്റെ വിനിയോഗം 5-1 ചെയ്യണം. അതിൽ 5-1 നിർബന്ധമായും 20% നമ്മൾ ധാർമ്മിക കാര്യത്തിന് ചെയ്തിരിക്കണം. അതാണ് ശക്തി എന്ന് പറയുന്ന സാധനം, സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന അതാണ്. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ ഒരാൾക്ക് 1000 രൂപ നിത്യം വരുമാനം ഉണ്ടെങ്കിൽ അയാൾ 200 രൂപ ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ധർമ്മകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം മാത്രമല്ല കേട്ടോ,
ഒരാളെ അഗതിയായിട്ട് വീട്ടിൽ വന്നാൽ ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരാളെ ചികിത്സിക്കാൻ പണമില്ലെന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം. അതിനുള്ള നമ്മളുടെ വിഹിതം കൊടുക്കണം. ഇതൊക്കെ ധർമ്മകാര്യമാണ്. അതേപോലെ തന്നെ അടുത്തിരിക്കുന്ന ക്ഷേത്രത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇതൊക്കെ നമ്മളുടെ സമ്പത്തിന്റെ വിനിയോഗത്തിൽ ഈ 20% കൊണ്ട് നമ്മൾ സാധിക്കണം. അപ്പോ ₹1 വരുമാനമുള്ള ആള് ₹2 അമ്പലത്തിലേക്ക് സംഭാവന ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? അയാളുടെ പേരാണ് ധൂർത്തൻ. അത് ധർമ്മമല്ല. നിങ്ങൾ അങ്ങനെ ധരിക്കുകയല്ല. എനിക്കറിയാം ഒരാളെ, വയനാട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹം പശുവിനെ പോയിട്ട് ദിവസം പാല് കറങ്ങ കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ കൊടുക്കും. അഭിഷേകവും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാൻ മഹാവിഷ്ണു ക്ഷേത്രം. ഭഗവാന് വലിയ സന്തോഷം. ഇയാൾക്ക് ഒരു ദിവസം തോന്നി ഇതൊന്നും പോരാ, ആ പശുവിനെ തന്നെ വിറ്റ് ആ പൈസ കൊണ്ടുപോയിട്ട് അത് ധർമ്മമല്ല. അത് ധർമ്മമല്ല. എന്താ കാരണം? നിത്യം നമുക്ക് കൊടുക്കുന്നത് പോരാ, അതുകൊണ്ട് ഇതിനെ തന്നെ വിറ്റ് കൊടുക്കുക. അങ്ങനെയല്ല, അത് ശക്തിയല്ല. അപ്പൊ ശക്തിക്കനുസരിച്ച് വേണം ക്ഷേത്രത്തിൽ നമ്മൾ പെരുമാറാനാണ്. അതുകൊണ്ടാണ് യഥാശക്തി എന്ന് ശാസ്ത്രം ശബ്ദം പ്രയോഗിച്ചത്. അപ്പൊ എന്തൊക്കെ കൊടുക്കാമെന്നാണെങ്കിൽ ഭഗവാൻ എന്ത് കൊടുക്കാം? അതാണ് ഗീതയിൽ നമ്മളോട് പറയുന്നത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന. ഇത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. പത്രം കൊടുക്കാം. ഒരില വേണമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നമുക്ക് സംഭാവന. ഇനി പത്രം ഉള്ളൂ നമ്മുടെ കയ്യിലെങ്കിൽ അതിലൊരു വിഷമിക്കാനില്ല. ഭഗവാനെ എനിക്കൊന്നുമില്ലല്ലോ കൊടുക്കാൻ. ഒരു തുളസി ഇല കുറച്ച് നടയിൽ വെച്ചാലാണ് ഭഗവാന് സന്തുഷ്ടിയാണ്. പക്ഷെ എന്ത് വേണം? അതിന്റെ പിന്നിലെ മനോഭാവം വളരെ പ്രധാനമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ചിന്തിക്കുന്നത് എങ്ങനെ ഭഗവാൻ അറിയാം? അറിയുന്നില്ലെങ്കിൽ പിന്നെ ഭഗവാനല്ല. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് ഭഗവാനല്ല. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഓരോ കാര്യവും ഞാൻ അറിയണം. ഞാൻ അറിഞ്ഞാലേ ഞാൻ ഈശ്വരനാവുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ഭഗവാൻ അതൊക്കെ അറിയാം. ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് ഭാഗവതം നമ്മളോട് പറയുക. ഭാവഗ്രാഹിയാണ് ജനാർദ്ദനൻ ഭഗവാൻ. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ പത്രം പുഷ്പം കുറച്ച് പൂ കുറച്ച് കൊടുക്കാൻ, ഫലം എന്തെങ്കിലും പഴം കൊണ്ടുപോവാം. പത്രം പുഷ്പം ഫലം തോയം, ഒന്നില്ലെങ്കിൽ വെള്ളം കൊണ്ടുപോവാം. ഇതൊക്കെ ആയാലും യോനി ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയോടുകൂടി അത് നമ്മൾ സമർപ്പിക്കണം. അപ്പോഴാണ് ഭഗവാൻ അത് അശ്നാമി, അത് കഴിച്ചു എന്ന് പറയുന്നത്. കഴിക്കുന്നത് അങ്ങനെയാണ്. ഭഗവാൻ അനുഭവിക്കുന്നത് ആ നിലയിലാണ്. ഭഗവാൻ നേരിട്ട് ഇതൊന്നും അനുഭവിക്കുന്നില്ല. ഉണ്ടോ? നമ്മളിപ്പോ നിവേദ്യം പായസം കഴിപ്പിച്ചു, പാൽപായസം കഴിപ്പിച്ചു, അല്ലെങ്കിൽ ശർക്കര പായസം കഴിപ്പിച്ചു. ഭഗവാൻ അത് ഒരു തവണ മുഴുവൻ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത തവണ ഏത് ഭക്തനാ ഭഗവാൻ നിവേദ്യം കഴിപ്പിക്കുക? കഴിപ്പിക്കില്ല. കാരണം വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ട്, 4 അതിഥികളുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ ഇന്ന് പോയി ശർക്കര പായസം ആയിക്കോട്ടെ എന്ന് പറയും. അമ്പലത്തിൽ ഭഗവാന് അങ്ങനെയാണ് നിവേദ്യത്തിന്റെ അളവ് കൂടുന്നത്. അപ്പൊ ഭഗവാൻ അത് കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇതിന്റെ പണി. പിന്നെ അടുത്ത തവണ കിട്ടാൻ പോകുന്നില്ല. ശാന്തിക്കാരന് ശാന്തിയും കിട്ടില്ല. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മളിത് കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പറയാം. നാളികേരൊക്കെ കൊണ്ടുപോയിട്ട് ശാന്തിക്കാരനോട് പറയും, നാളികേരം മുഴുവനായിട്ട് ഇടണം കേട്ടോ എന്ന്. ഞാനൊക്കെ ആണെങ്കിൽ അത് പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് തിരിച്ചും കൊടുക്കുകയില്ല. അങ്ങനെ ഒരു കഥകൾ കേട്ടിട്ടുണ്ടായി. നമ്മൾ അങ്ങനെ അത്രമാത്രം സങ്കുചിതമായിട്ടുള്ള മെന്റാലിറ്റിയോട് കൂടിയാണ് ഇതിനെ സമീപിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല വേണ്ടത്. വളരെ വിശാലമായിട്ടുള്ള നമ്മളുടെ മാനസിക നില വിശാലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ചൈതന്യത്തിന്റെ മുന്നിൽ നമ്മള് ഭക്തഭാവത്തില് ചെല്ലുമ്പോൾ ഈ പറയുന്ന ഭക്തിയോടുകൂടി എന്തെന്ത് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുവോ, നമ്മളുടെ ശക്തിയെ ഉല്ലംഘിക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ, അതൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അതൊക്കെ ഭഗവാൻ സ്വീകരിക്കും. അപ്പൊ നമ്മൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് എന്തെങ്കിലും കയ്യിൽ കരുതി ക്ഷേത്രത്തിലേക്ക് പോകും. പോകുമ്പോൾ തന്നെ എന്താ നമ്മൾ ചെയ്യാം? ചെരുപ്പ് ഇടണോ വേണ്ടോ എന്ന് ആ ഒരു സംശയം നമുക്ക്. പണ്ടത്തെ കാലത്താണെങ്കിൽ ചെരുപ്പിടണ്ട,
ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല എന്നാണ് അന്നത്തെ നിയമം. എന്താ കാരണം? അന്ന് രാജവീഥികളാണ്, അല്ലെങ്കിൽ ഗ്രാമവീഥികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചെന്നോ അറിയില്ല, ഒരു 10-25 കൊല്ലം മുന്നേ വരെ വഴികളിൽ ആരും തുപ്പുമായിരുന്നില്ല. വഴിയിൽ തുപ്പിയാൽ പണം തുറന്ന ആൾ ചെവിക്ക് പിടിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വഴി തുപ്പാൻ പാടില്ല. തുപ്പണമെങ്കിൽ അതിനുള്ള സൗകര്യം കണ്ടെത്തിയിട്ട് ആരും ചവിട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് തുപ്പാൻ പാടില്ല. മൂത്രമൊഴിക്കാൻ പാടില്ല, വഴിയിൽ പ്രത്യേകിച്ച് നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയതല്ലോ? അപ്പൊ അന്ന് ഗ്രാമാന്തരങ്ങളിലുള്ള വഴികളിൽ നടന്നു പോയാൽ ഒരു പ്രശ്നമില്ല. ഇന്നിപ്പോ വഴികളിലൂടെ ചെരുപ്പിടാതെ നടന്നാൽ എന്ത് അസുഖമാണ് വരാതിരിക്കുവാനേ നമുക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ചെരുപ്പിടണം, ഇല്ലെങ്കിലാണ് മോശം. അത് മുഴുവൻ ചവിട്ടി വന്ന അമ്പലത്തിൽ കയറ്റുന്നത് ഉചിതമല്ല. അപ്പൊ കാലവും അതിന്റെ പ്രധാന ഘടകമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ശാസ്ത്രത്തെ തിരിച്ചറിയണമെങ്കിൽ 3 അളവുകളുണ്ട്. ഒരു പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഭക്തിയ, യുക്തിയ, വിഭക്തിയ. ഭക്തി ഉണ്ടാവണം, അതിനോടൊരു ബഹുമാനം ഉണ്ടാവണം. ആ ബഹുമാനം ഇല്ലാണ്ട് നിങ്ങൾ എന്ത് നോക്കിയാലും അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൃഷ്ടിയോ ഒന്നിനോട് ഒരു ബഹുമാനമില്ല നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർ വെറും ഒരു പ്രത്യക്ഷം മാത്രം പ്രമാണമായിട്ട് ജീവിക്കുന്ന ഒരു രീതിയോ, ഞാൻ കുറ്റം പറഞ്ഞതല്ല, അങ്ങനെയാണ് അവരുടെ ശാസ്ത്രത്തിന്റെ ഒരു രീതിയല്ല. ആദ്യം ബഹുമാനം ഉണ്ടാവാം നമുക്ക്. നമ്മൾ എന്തിനോടാണോ ശ്രദ്ധിച്ചത്, നമ്മുടെ എതിരാളിയാണെങ്കിൽ പോലും അയാളോടുള്ള ബഹുമാനം ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ഭക്തി ഉണ്ടാവാം, ഭക്തിയ. യുക്തിയ രണ്ടാമത് വേണ്ടത് വെറും ഭക്തി മാത്രം ഉണ്ടായിട്ടില്ല. വെറും ഭക്തി മാത്രമുള്ളവരാണ് ഈ വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന നാട്ടിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ യുക്തി കൂടി വേണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിന്റെ യുക്തി എന്താണ്? ചിലപ്പോൾ യുക്തി നമുക്ക് തിരിച്ചറിഞ്ഞോളണമെന്നില്ല, പക്ഷേ അതിന്റെ യുക്തി ചിന്തനം നമ്മൾ ചെയ്യണം. അയുക്തികമാണ് എന്ന് തോന്നുന്നത് തൽക്കാലം ചെയ്യാതിരിക്കണം. ഇതാണ് ഭക്തിയ, യുക്തിയ. മൂന്നാമത്തേത് വിഭക്തിയാണ്. വിഭക്തി എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം. ആ വിഷയത്തിൽ നമുക്ക് അറിവുണ്ടാവണം. അറിവില്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനാണ് ഇത്തരം സദസ്സുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഭക്തിയും യുക്തിയും വിഭക്തിയും ചേർന്നിട്ടാണ് ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോഴോ പാദരക്ഷ ഇടണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിന് ഇതാണ്. ഭഗവാനോടുള്ള ഭക്തി ഉള്ളത് കൊണ്ട് പാദരക്ഷ ഇടണ്ടാന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം തൊട്ടടുത്ത് പ്രവർത്തിക്കേണ്ടത് യുക്തിയാണ്. ഈ നടന്നു പോകുന്ന ഇത്രയും ദൂരത്തെ കഷ്ടപ്പാടും അതുപോലെ വൃത്തികേടുകളും ഒക്കെ കണക്കിലെടുക്കുമ്പോ ചെരുപ്പിടണം എന്ന് നമുക്ക് മനസ്സിലാവും. ഇടണമെങ്കിൽ അത് എവിടം വരെ ഇടണം എന്നുള്ളതാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. അവൻ അതിൽ നിന്ന് പുറത്ത് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി അടുക്കി ഒതുക്കി വെച്ചോളണം എന്നാണ്. അപ്പൊ ക്ഷേത്രത്തിനകത്ത് നമ്മൾ ചെല്ലുന്നു. ചെന്ന ഉടനെ നമ്മളെന്താ ചെയ്യാം? നേരെ കയ്യെന്ന് കാണിക്കണം. എന്താ ഇത് വാങ്ങാനാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. പ്രസാദമാണ് ആദ്യത്തെ പരിപാടിയല്ല വന്നു കഴിഞ്ഞാൽ. അങ്ങനെയല്ല, പ്രസാദം വാങ്ങുക എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ പ്രക്രിയ. അതാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇത് അങ്ങനെ ശീലമായി. പണ്ടങ്ങനെ ആയിരുന്നില്ല. വന്നു കഴിഞ്ഞാൽ കാണിക്ക സമർപ്പിക്കുക എന്നാണ്. കാണിക്ക എഴുതിയിട്ടുണ്ടാവും, കാണിക്ക വഞ്ചി. ഇപ്പൊ അതെല്ലാം പോയിട്ട് ഇപ്പം ഭണ്ഡാരം മാത്രമായി. കാണിക്കയും ഭണ്ഡാരം തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ വസ്തുക്കളൊക്കെ സൂക്ഷിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഭണ്ഡാരം. സ്റ്റോർ റൂമായിട്ട് ശരിക്കുള്ള അർത്ഥം ഭണ്ഡാരത്തിന്റെ. എന്നാൽ കാണിക്കയും അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ പോലെ പത്രം, പുഷ്പം, ഫലം, തോയം, യോമേ ഭക്തിയാപേക്ഷതി, അതാണ് കാണിക്ക. മഹാരാജാവിനെ കാണിക്ക വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദേവന് കാണിക്ക വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാവനയോട് കൂടിയിട്ട് സമർപ്പിക്കുന്നതാണ്. എന്റെ കയ്യിലുള്ളത് എന്തെങ്കിലും ഒന്ന് നല്ല കാര്യത്തിന് പ്രയോജനപ്പെടണം, അതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ കൊടുക്കണം. അതാണ് ആ സങ്കല്പം. അപ്പൊ കാണിക്കയുടെ പേര് പരിഷ്കരിച്ചിപ്പോ നമ്മളും ആ നിലയിലായി. നമുക്കിപ്പോ അങ്ങനെ സംശയം. ഏറ്റവും മുഷിഞ്ഞതും കൂടിയതും എടുക്കാത്തതുമായ വല്ല നോട്ടും കയ്യിലുണ്ടെങ്കിൽ അതാ ഇതിലിടുക. കാരണം എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയല്ലേ, ഭണ്ഡാരം അല്ലേ, സൂക്ഷിക്കാനുള്ള സ്ഥല, വസ്തു സൂക്ഷിക്കാനുള്ള സ്ഥല ഭണ്ഡാരം എന്ന് പറഞ്ഞു.
അപ്പൊ ഈ കേടുള്ള എന്റെ കീശയിൽ വെച്ചേണ്ട എന്റെ പ്രയോജനം അത് സൂക്ഷിക്കട്ടെ, ഭക്തന്മാരെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ആദ്യമായി എഴുതി വെച്ചത് മാറ്റിക്കോളൂ കമ്മിറ്റിക്കാർ, ഇതാണ് കാര്യം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാണിക്ക സമർപ്പിച്ച് ഭഗവാന് അവിടുത്തെ ആചാരപ്രകാരം ചെന്ന് പോകണം. എന്താ ചെയ്യാം? ആദ്യം നമ്മൾ പോയ ഉടനെ തന്നെ കണ്ണം നടത്തി തരാത്ത തൊഴിലാണ്. ആദ്യം കണ്ണടക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ശാസ്ത്രത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. ഏകദേശം ഒരു 19 കൊല്ലത്തെ പരിചയമുണ്ട് ഇത് ലോക പരിചയം. പക്ഷെ അവിടെ എവിടെയും കണ്ടില്ല. ഭഗവാനെ ഒന്ന് കണ്ടുനിർത്തി കാണാം, അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ചെന്നാൽ ദൈവാധീനം കൊണ്ട് ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഭഗവാനെ പോയിട്ട് ഭഗവാന്റെ ഒന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മുന്നിലിരിക്കുന്ന ആളുടെ പൃഷ്ഠം മാത്രം കാണേണ്ട ഗതികേടില്ല. നമ്മളെന്നെ ഉണ്ടാക്കിയ ഈ വൃത്തിയോട് പറഞ്ഞിട്ട് കഴിയുന്നില്ല. ഏതായാലും നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന ഒരു ഗ്രാമക്ഷേത്രത്തിൽ പറയാം, ഗൗതമിയിലെ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അകത്ത് കയറി ഭഗവതിയെ നല്ല ആമൂലാഗ്രഹം നമുക്ക് കാണാം. ഗുരുവായൂർ പോയാലും നമുക്ക് കാണാൻ പറ്റണം. എന്ത് കാണാൻ പറ്റണം? സൂര്യസ്പർദ്ധികിരീടം ൂർധാശുഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാതുകം ഗന്ധോദ്യം മകരാഭകുണ്ടലൈഭം കണ്ഠോജ്വലം കൗസ്തുഭം പുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തെ കത്തിജ്വലിക്കുന്ന സൂര്യപ്രഭ പോലെയുള്ള കിരീടം, 2 കാതിലും അങ്ങനെ അതിമനോഹരമായിട്ട് ആടിക്കളിക്കുന്ന കുണ്ടലങ്ങൾ, ഹൃദയത്തിലാണെങ്കിൽ അതിപ്രഭ ചൊലിയുന്ന ശ്രീവത്സവും കൗസ്തുഭവും, ഇങ്ങനെ പാദാന്തമായിട്ട് ജലം മുതൽ പാദാന്തമായിട്ട് ശോഭിക്കുന്ന താമരമാല, വന്യമാല, വനപുഷ്പങ്ങളെ കൊണ്ടുള്ള മാല, ഇത് നമ്മളൊന്ന് കാണണം. ശരിക്കും ദൈവാധീനം കൊണ്ട് ഒരു സാഹചര്യമില്ല അല്ലേ? ചങ്ങനക്കൂടോട് പുറത്തടിക്കുക, നടക്കും. നമ്മൾ ഇങ്ങനെ അടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എപ്പോഴാണ് ആരെ അടിക്കുക? കന്നുകാലികൾ അകത്തേക്ക് കയറാൻ വേണ്ടി, കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഏകദേശം അതേ പ്രക്രിയയാണ് ഇപ്പൊ നടക്കുന്നത്. കൂട്ടുകയറ്റുക എന്നുള്ള പ്രക്രിയ. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ആ ഭഗവാനെ ഒന്ന് കാണാൻ അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചേ മതിയോ. എന്തിനാണ്? ഈ ഒപ്പിയെടുത്ത വിഗ്രഹം, ആ സ്വരൂപം, ഭഗവത് ചൈതന്യം, അത് നമ്മളുടെ ഹൃദയത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇതേ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഈ ഭഗവത് സ്വരൂപത്തെ നമുക്ക് ദർശിക്കണം. അതിനെ കണ്ണടക്കണം. ഈ കണ്ണ് മഹാപകടകാരിയാണ്. അത് പുറത്ത് കാണുന്ന സകലതിനെയും ജനിച്ചകത്ത് വരും. നമുക്ക് വലിയ ഉപദ്രവമുണ്ടാകും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടക്കും. അപ്പൊ ഭഗവാൻ നമ്മുടെ മുന്നിലിരിക്കും. അങ്ങനെ ഹൃദയപത്മത്തിലോ അഷ്ടകലാകാരമായ ഹൃദയപത്മത്തിന്റെ മധ്യത്തിലോ മണ്ഡലത്തിലോ ഭഗവത് സ്വരൂപത്തെ കണ്ട് നമ്മൾ പോവുക. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതേ ശ്ലോകം തന്നെയാണ് സ്ഫുരിക്കുക അല്ലേ? അങ്ങനെയാണ് ഭഗവാനെ ദർശിക്കുന്നത്. ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രദക്ഷിണമാണ്. ഇപ്പൊ തുടങ്ങി നമുക്ക് സംശയം. എന്തോ ഇത്രയും വരെ സംശയമില്ല. പ്രദക്ഷിണം എത്രയാ വേണ്ടത് നിങ്ങൾക്ക് സംശയം. നിങ്ങൾ എത്ര ചെയ്താലും അത് പ്രദക്ഷിണമാണ്, ഒരു വിരോധവും. ചിലർ എനിക്ക് പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ചില ഭക്തരുണ്ട്. അവരവിടെ നിന്ന് മനസ്സുകൊണ്ട് ചെയ്താൽ മതി. അത്രയും ഫലം പിന്നെ വേറെ കിട്ടാനില്ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശാസ്ത്രത്തിലൊരു സംഗതി പറയും. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഏകം വിനായകേ സൂര്യേ ത്രീണി ശങ്കരേ ചത്വാരി ദേവ്യാഹ വിഷ്ണോശ്ച സപ്ത പ്രദക്ഷിണം. ഗണപതി ക്ഷേത്രമാണെങ്കിൽ ഗണപതിക്ക് ഒരു പ്രദക്ഷിണം കൊണ്ട് ഗണപതി ഒരു പ്രദക്ഷിണമായിട്ട് സ്വീകരിക്കും. എന്നാൽ സൂര്യക്ഷേത്രമാണെങ്കിൽ അങ്ങനെ കേരളത്തിൽ അപൂർവം ക്ഷേത്രമില്ല. സൂര്യക്ഷേത്രങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയില്ല. കേരളത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ്? ഒരു നിശ്ചിത കിലോമീറ്ററിനിടയിൽ ഒരു സൂര്യക്ഷേത്രം ഉണ്ടാവും, ഒരു സൂര്യഗ്രാമം ഉണ്ടാവും ഇല്ലേ?
ആദിത്യപുരം, രവിപുരം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥലം കേൾക്കുന്നുണ്ടാവും. അവിടെയൊക്കെ വിഷ്ണു ക്ഷേത്രം ഉണ്ടാവും. അത് സൂര്യനാണ്. പക്ഷെ ഇന്ന് ദൈവാധീനം കൊണ്ട് ലക്ഷ്മി നരസിംഹമോ അല്ലെങ്കിൽ വേറെ വല്ലതോ ഒക്കെ പേരിലാണ് ആ ദേവനെ പൂജിക്കുന്നത്. ശരിക്കും ആദിത്യനായിട്ട് പൂജിക്കേണ്ട സ്ഥലങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ എന്റെ അറിവിൽ ഒരു ക്ഷേത്രമാണിപ്പോ കേരളത്തിലുള്ളൂ, ഒന്നരയോ. ഇവിടെ കോട്ടയത്ത് അടുത്തൊരു സ്ഥലത്തുണ്ട് അല്ലേ? അതാണ്. അപ്പൊ ഈ സൂര്യനാണെങ്കിൽ 2 പ്രദക്ഷിണം കൊണ്ട് സൂര്യൻ ഒരു പ്രദക്ഷിണമായിട്ട് സ്വീകരിക്കും. നമ്മളിങ്ങനെ 2 വട്ടം വന്നാൽ ഒരു പ്രദക്ഷിണം. ഇതാണ് നമ്മുടെ. ഇനിയോ ശങ്കരക്ഷേത്രമാണെങ്കിൽ, ശിവക്ഷേത്രമാണെങ്കിൽ 3 പ്രദക്ഷിണം വേണം. 3 പ്രദക്ഷിണം വന്നാൽ ശിവക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേട്ടോ. പുറത്ത് മാത്രമേ 3 പ്രദക്ഷിണം ചെയ്യാൻ പറ്റുള്ളൂ. അകത്ത് കയറിയാൽ നിങ്ങൾക്ക് പ്രദക്ഷിണം ചെയ്യാൻ വകുപ്പില്ല. ഓവിചാല് വരെ വടക്ക്, ഓവിചാല് വരെ വന്ന റിട്ടേൺ അടിക്കണം. പിന്നെ റിവേഴ്സ് ഗിയറിലാണ് പോകും, അല്ല തിരിച്ചു വരണം വന്നാലേ. പക്ഷേ പ്രദക്ഷിണം ഒഴുക്കണമെങ്കിൽ എവിടെയാണ് സ്ഥാനം? പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെയാണ് പ്രദക്ഷിണം. 3 പ്രദക്ഷിണം ചെയ്താൽ ശങ്കരൻ ഒരു പ്രദക്ഷിണമായിട്ട് എടുക്കും. ദേവിക്കും വിഷ്ണുവിനുമാണെങ്കിൽ 4 പ്രദക്ഷിണം ചെയ്യണം. എന്നാലേ ഒരു പ്രദക്ഷിണമായിട്ട് അവർ കണക്ക് കൂട്ടും. നമ്മൾ 4 വട്ടം വന്നാൽ ഒരു പ്രദക്ഷിണമാണ്. ഇതാണ് അവരുടെ കണക്ക്. അപ്പൊ എന്തായി? ബാക്കിയുള്ള ദേവന്മാരോ അത് പറഞ്ഞിട്ടില്ലല്ലോ സാർ. സപ്ത അശ്വത്ഥ പ്രദക്ഷിണം. അശ്വത്ഥമാണെങ്കിൽ ആളെ അറിയാതെ തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതിന് 7 പ്രദക്ഷിണം വെക്കണം. ഇതാണ് കണക്ക്. അപ്പൊ ബാക്കി ദേവന്മാരുടെ സ്ഥിതിയുണ്ട്. അയ്യപ്പൻ എന്ത് ചെയ്യണം, സുബ്രഹ്മണ്യൻ എന്ത് ചെയ്യണം എന്നൊക്കെ സംശയമാണ്. 5 പ്രദക്ഷിണം എല്ലാവർക്കും ആരാധന, പഞ്ചപ്രദക്ഷിണം എല്ലാവർക്കും ആരാധന. അതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രത്യേക നിഷ്കർഷമൊന്നും വെച്ചിട്ടില്ല. ഇതാണ് സാധാരണഗതിയിൽ പ്രദക്ഷിണത്തിന്റെ എണ്ണത്തിന്റെ കണക്കില്ല. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഭഗവാൻ ഞാൻ ഇത്രയും നാളിവിടെ അമ്പലത്തിൽ വന്നിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വന്നിട്ട് 3 പ്രദക്ഷിണം അല്ലേ വെച്ചിട്ടുള്ളൂ എന്നാണ്. അബദ്ധായല്ലോ, അങ്ങനെ ചിന്തിക്കാനില്ല. എന്താ കാരണം? നിങ്ങളിപ്പോ 3 12 പ്രദക്ഷിണം 4 തവണ വന്നിട്ട് ചെയ്തിട്ടുണ്ടാക്കാം ഇല്ലേ? ഭഗവാനത് 4 പ്രദക്ഷിണമായിട്ട് എടുത്തിട്ടുണ്ടാക്കാം. അക്കൗണ്ട് വൃത്തിയായിരിക്കും. അവിടെ കണക്കിലൊരു വ്യത്യാസമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഇനി ആവർത്തിക്കണമല്ലോ, അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ പതിവില്ല, അന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചൈതന്യത്തിനൊരു പ്രത്യേകത, ക്ഷേത്രത്തിലെ ചൈതന്യത്തിനൊരു പ്രത്യേകത നമ്മൾ കൽപ്പിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മാതൃഭാവത്തിലുള്ള പ്രതിഷ്ഠയായിരിക്കും എല്ലാ സ്ഥലത്തും. വിഷ്ണു ആണെങ്കിലും ഉള്ളിൽ ജനിക്കുന്ന ഭാവം എന്തായിരിക്കും? മാതൃത്വമായിരിക്കും. അപ്പൊ മാതാവ് എന്ന് പറഞ്ഞാൽ തന്റെ സന്തതികളോട് ഏത് തരത്തിലാണ് പെരുമാറുക അറിയാലോ? എത്ര കുറ്റം ചെയ്താലും അത് കുറ്റമായിട്ട് അമ്മ കാണില്ല അല്ലേ? അങ്ങനെയാണ് അമ്മയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ ഇടയ്ക്ക് അമ്മക്ക് ദേഷ്യം പിടിക്കുകയും ചെയ്യും. ഇതൊക്കെ സ്വാഭാവികം. ഈ ഒരു സങ്കല്പത്തിലാണ് ദേവനിൽ ചൈതന്യം കുടികൊള്ളുന്നത്. മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ ഒരു പ്രതിഷ്ഠയാണ്. ലോകാനുഗ്രഹാർത്ഥം എന്നാണ് പ്രാർത്ഥന തന്നെ. തന്ത്രി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ട് പ്രതിഷ്ഠിച്ച് അനുജ്ഞ ചെയ്ത് പറയുമ്പോ അവിടെ പറയുന്നത് അങ്ങനെയാണ്: ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങയുടെ ഈ ചൈതന്യം വിഗ്രഹത്തിൽ കുടികൊള്ളണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. യജമാനന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യുന്നു എന്നാണ്. ഒരു ക്ഷേത്രത്തിന്റെ പരമാധികാരി തന്ത്രിയാണെന്ന് ധരിക്കണ്ട, അത് കോടതിക്ക് പറ്റിയ വിദ്യത്താണ്. ഒരു ക്ഷേത്രത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് അതിന്റെ യജമാനനാണ്. അയാൾ കാണുന്ന സ്വപ്നത്തിന്റെ പരിണിത ഫലമാണ് ഈ ക്ഷേത്രം. യജമാനൻ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വേണമെന്ന് പറയുമ്പോൾ അയാൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാകും, ഇന്ന രൂപത്തിലൊരു പ്രതിഷ്ഠ വേണം, അല്ലെങ്കിൽ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കണം എന്ന്. അപ്പൊ അത് തന്ത്രിയോട് പറയും. ആരാണ് തന്ത്രി? അതിനെ പറ്റിയ ഒരാളെ കണ്ടെത്തി അയാളോട് പറയും, ഞാൻ ഇങ്ങനെ ഒരു ദേവിയെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ തന്ത്രി തപസ് ചെയ്യണം. തന്ത്രി എന്തിനാ തപസ് ചെയ്യണമെന്നറിയോ? ഈ ഭഗവത് സ്വരൂപം അവിടെ പ്രതിഷ്ഠിക്കേണ്ട ഭഗവത് ചൈതന്യത്തിന്റെ ഭാവം എന്താണ് എന്ന് തിരിച്ചറിയാനാണ് അയാൾ തപസ് ചെയ്യേണ്ടത്. അയാൾ നിത്യ തപസ്യാണ്. പക്ഷെ ഈ ഒരു കാര്യത്തെ കൂറയും പവിത്രയും വാങ്ങി പ്രതിഷ്ഠിക്കാമെന്ന് ഏറ്റ ആള് നിത്യമായി തപസ് ചെയ്ത് ആ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിയാം. അത് തന്ത്രിയുടെ ഉത്തരവാദിത്തം. കവടി നിർത്തിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. യജമാനൻ കണ്ട സ്വപ്നത്തിന്റെ പരിണിത ഫലം
തന്ത്രി അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ ചൈതന്യത്തെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് യജമാനനും, ക്ഷേത്ര ആചാരങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പരിവർത്തനാദി കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്ത്രിയും യജമാനനും കൂടിയുമാണ്. അല്ലാതെ ഉള്ളതെല്ലാം ശുദ്ധ വിഡിത്തമാണ്, ശാസ്ത്രവിരുദ്ധ. പറയും തന്ത്രിയുടെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറയും, ഞാൻ ഇതിന്റെ അച്ഛനാണ്. അച്ഛനായാലും അമ്മക്കായാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവിടെ പ്രവേശമില്ല. പ്രതിഷ്ഠിച്ചു പോയാൽ പിന്നെ നിവർത്തിയൊന്നുമില്ല. ഇത് ഹിന്ദു സമൂഹം നമ്മൾ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തില് ഊരാളന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഊരാളനും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു സാമൂഹികമായ ഒരു കൽപ്പനയ്ക്ക് വേണ്ടിയാണെങ്കിൽ 12ഓ 15ഓ 25ഓ 497 ഊരാളന്മാരുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിലും കൂടുതലുണ്ട്. 594ഓളം ഊരാളന്മാരുടെ ശ്രീരാഘവപുരം ക്ഷേത്രത്തിൽ. കണ്ണൂർ ജില്ലയിലെ ശ്രീരാമസ്വാമിയുടെ ആഞ്ജനേയ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം, അതിവിശിഷ്ടമായ സ്ഥലം ശ്രീരാഘവപുരം. ഹനുമാരമ്പലം അറിയപ്പെടുക, ഹനുമാരിയാണ് അറിയുക. അത്രയും ഊരാളന്മാരുണ്ട്. അപ്പൊ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുന്നതെന്ന് ഇവരുടെ കൽപ്പനക്കനുസരിച്ചാണ് തന്ത്രി പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പൊ തന്ത്രി ആ ഭാവത്തെ സാക്ഷാത്കരിച്ചിട്ടാണ് പ്രതിഷ്ഠിക്കുക. അപ്പൊ ആ ഭാവത്തിൽ നമ്മൾ തൊഴുകയോ ആ ഭാവത്തെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ പ്രദക്ഷിണം ഈ ക്രമത്തിൽ വെക്കുമ്പോൾ പ്രദക്ഷിണം വെക്കുന്നതിനും ചില നിയമാവലികളുണ്ട്. എന്താ പ്രദക്ഷിണം വെക്കാനുള്ള നിയമം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കല്യാണി നീ അറിഞ്ഞോ മറ്റേ വീട്ടില് ഇങ്ങനെ പ്രദക്ഷിണം വെക്കാനുള്ള വകുപ്പില്ല. പ്രദക്ഷിണം വെക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നുണ്ട്. അത് ചതുരംഗം പ്രദക്ഷിണം എന്നാണ്. 4 അംഗങ്ങൾ ചേർന്ന് വന്നാലും അത് പ്രദക്ഷിണമായി തന്നെ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് 4 ചോദിച്ചു കഴിഞ്ഞാല് പദാനുസംഗച്ഛേ, പദാനുസംഗച്ഛേ, കരൗ ചലവിവർജിതൗ, സ്തുതിവാജി ഹൃദി ധ്യാനം, ചതുരംഗം പ്രതിഷ്ഠിതം. പദാനുസംഗച്ഛേ, ഇത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു പ്രയോഗമാണ്. ഇപ്പൊ നമ്മളെന്താ ചെയ്യാറ്? കാലടിയെ അനുഗമിക്കുകയാണ് വേണ്ടത്, അനുഗച്ഛേദാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഒരു കാല് നമ്മളെടുത്ത് മുന്നിലേക്ക് വെച്ചാൽ അത് അവിടെ ഉറപ്പിച്ചാലേ അടുത്ത കാല് പൊക്കാൻ പാടും. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങനെ പതിവുണ്ട്. പക്ഷെ ക്ഷേത്രത്തിൽ അത് പ്രത്യേകതയുണ്ട്. അങ്ങനെ അല്ലാതെയും ചില സമയം നമുക്ക് ചെയ്യേണ്ടി വരും. വിഗ്രഹം വന്നു കഴിഞ്ഞാൽ കാല് നിലത്തുറപ്പില്ല. ഒരു കാലത്ത് വെച്ച് അടുത്ത കാലത്ത് കടവട അതിൻ്റെ ഇടയിൽ താഴെ വീണാൽ ആര് ഉത്തരവാദിയും നമുക്കറിയില്ല. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ക്ഷേത്രത്തിൽ അത് അനുഭവനീയമല്ല. പദാനുസംഗച്ഛേ, ഓരോ കാലടികളായി എടുത്ത് പുറത്ത് മുന്നിൽ വെച്ച് പിന്നിൽ അനുഗമിക്കുന്ന മറ്റേ പാദം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളിന്ന് എന്ത് ചെയ്തു? ഒരു കാല് വെച്ച് അതിന് മുട്ടിച്ചടുത്ത കാല് വെച്ച് ഇതിങ്ങനെ കടകടകടകട ബാലൻസ് ഇല്ലാണ്ട് അങ്ങോട്ട് ഉരുണ്ട് വീണു. അങ്ങനെയൊക്കെയാ പ്രദർശനം. ഗുരുവായൂർ അകത്ത് പോയാലും നമുക്ക് എന്തൊരു പ്രയാസം തോന്നാറ് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ആ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല. നമ്മളുടെ കാലടിക്ക് ഒരു അളവുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഓരോരാളുടെയും ശരീരത്തിന്റെ മൊത്തം അനുപാതത്തിലായിരിക്കും അയാളുടെ പാദവിന്യാസം. കാലടി എന്ന് പറഞ്ഞാൽ പദവിന്യാസമാണ്. അപ്പൊ ഒരു കാല് വെച്ച് നമുക്ക് എത്ര അകലത്തിലാണോ അടുത്ത പാദം വെച്ചാൽ നമ്മുടെ ബാലൻസ് ഉറപ്പിക്കുന്നത്. ഒരേ ലൈനിലല്ല നമ്മൾ കാല് വെക്കണാണോ? നിങ്ങൾ അഷ്ടമി രഹയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആചാര സമയത്തോ ശ്രീകൃഷ്ണന്റെ കാല് വരക്കും ഇല്ലേ? വീട്ടില് പതിയുണ്ടാക്കാം, എനിക്ക് അറിഞ്ഞുണ്ടാക്കാം. അങ്ങനെ വേണം, അങ്ങനെ പതിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ മകൻ പിറന്നാളിന് അല്ലെ, അമ്മയുടെ പിറന്നാളിന് വീട്ടിൽ ശ്രീബോധിയുടെ കാല് വയ്ക്കും. അങ്ങനെയൊക്കെ സമ്പ്രദായമാണ്. അപ്പോൾ വെക്കുന്ന എങ്ങനെയായിരിക്കും? ഒന്ന് വരച്ച് അതേപോലെ ഒരു സ്കെയിലെടുത്ത് അതിന്റെ മുന്നിലാണോ കാലടി വയ്ക്കുക? ഒരിക്കലല്ല. ചിത്രം വരയ്ക്കുന്നത് പോലെ ഒരു കാല് ഇവിടെയാണെങ്കിൽ മറ്റേ കാല് ഇവിടെ വയ്ക്കുക. ഇങ്ങനെയാണ് അനുവാദം. അല്ലാതെ നേരെ കാല് വെച്ചിട്ട് നിങ്ങളും നടക്കില്ല, ഞാനും നടക്കില്ല, പിന്നെ ഭഗവാൻ ഒട്ടും നടക്കില്ല. ഇപ്പൊ ശ്രീബോധി നമ്മളെടുത്ത് വരുന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്ന വിധത്തിലേ നടക്കണം. നമ്മൾ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കണമെങ്കിലും ആ നിലയിലേക്ക് ഗോഷ്ഠി കാണിക്കരുത്. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം.
മര്യാദ അവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കാല് നമുക്ക് പറ്റാവുന്ന വലിയ അകലത്തിൽ ഞാൻ 12 അടി കൊണ്ട് പ്രദക്ഷിണം വെച്ചോളാമെന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ നീട്ടി കാല് വയ്ക്കുന്ന സമ്പ്രദായം അനുവദനീയമല്ല. അതും ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് പദാന സംഗച്ഛേ എന്ന് പറഞ്ഞതിന്റെ മലയാളം. അപ്പൊ കരവും ചല വിവർജിതവും. നിങ്ങൾ രാവിലെ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നടക്കുന്ന പോലെയല്ല ക്ഷേത്ര പ്രദക്ഷിണം. കൈ അല്ലെങ്കിൽ വീശി അല്ല അങ്ങനെ ഉണ്ടാക്കുക. കൈ അനങ്ങാൻ പാടില്ല. നമുക്കൊരു സംഗതിയുണ്ട്, നിങ്ങൾ നോക്കിയാൽ ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇടത്തെ കൈ വേസ്റ്റാണ്. അതെന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് 2 കൈയും വേസ്റ്റാണ്. അതെന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ ഈ കാണിക്കുന്ന ഗോഷ്ഠിയില്ലേ ആ കൈകൊണ്ട കാണിക്കുക. ഫോൺ വിളിക്കുമ്പോൾ ഇപ്പം ഈ ഫോണായതുകൊണ്ട് എളുപ്പമുണ്ട്. വിളിക്കുമ്പം ഒരു കൈ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ കൈ വേസ്റ്റാണ്. അതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. കിട്ടിയ പേന എടുത്തിട്ട് കിട്ടിയ കടലാസിൽ മുഴുവൻ വരച്ചു വെച്ചു. ചിലപ്പോൾ പല പ്രമാണങ്ങളായിരിക്കും അല്ലെ, സ്ഥലത്തിന്റെ ആധാരമൊക്കെ ആയിരിക്കും മുന്നിൽ, അതിന് മുഴുവൻ വരച്ചിട്ടുണ്ടാവും. ഫോൺ കഴിയുമ്പോഴേക്കും ബോധം തന്നെ ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് പലതും പല സമയത്തും വേസ്റ്റാണ്. നമ്മൾ ഓർമ്മിക്കണം, അതുവരെ പലതും പല സമയത്തും വേസ്റ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നും വേസ്റ്റ് ആവരുത്, നിർബന്ധം. അപ്പൊ കൈ നമുക്ക് വേസ്റ്റായി തോന്നാതിരിക്കണം എന്ത് വേണം? അത് വേസ്റ്റാകാൻ തോന്നിയ ആടാൻ പാടില്ല. കരവും ചല വിവർജിതവും. ചലപ്പം കരത്തിന് ഉണ്ടാവാനേ പാടില്ല, അത് വർദ്ധിക്കണം. അതിന് 2 വഴിയേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ കൂട്ടിത്തോന്നുക, ഭഗവാനെ തൊഴുതുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ മുഖം പിടിക്കുക, പുറത്തു പോകാണ്ടിരിക്കുക. അട്ടകം പിടിക്കുവാനാണ് ഇതിന് തന്ത്രശാസ്ത്രത്തിൽ പറയുക. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പ്രദക്ഷിണം ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ കരവും ചല വിവർജിതവും. സ്തുതി വാചി, നമ്മുടെ വാക്കിന് വരുന്നത് സ്തുതിയാണ്. ഏത് ദേവ ചൈതന്യത്തെയാണോ പ്രദക്ഷിണം വെക്കുന്നത് ആ ദേവന്റെ സ്തുതികളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്. സൂര്യക്ഷേത്രമാണെങ്കിൽ ആദിത്യ ഭഗവാനി വണങ്ങുന്നേ. അന്നപൂർണേശ്വരിയാണെങ്കിൽ ആ സ്തോത്രം നമ്മുടെ മനസ്സിൽ വരണം. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ആർക്കും എപ്പോഴും അന്നദാനം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ കണ്ണൂര് അതിപ്രസിദ്ധമായ അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട്. ചെറുകുന്നിയിൽ അമ്മ എന്നാണ് അറിയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെയാണ് മുഴുവൻ ആഹാരം കൊടുക്കും. ഇത് മാത്രമല്ല, രാത്രി എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. അതും മാത്രമല്ല, പൊതികൾ പൊതിഞ്ഞ് ആൽത്തറയിൽ ഉറുമ്പും മറ്റും ഒന്നും കയറാത്ത വിധത്തിൽ സൂക്ഷിക്കും, കെട്ടിവെക്കും. എന്തിനാണ്? വിശക്കുന്ന കള്ളന്മാർക്കും കൂടെ കഴിക്കാം. രാത്രിയിൽ അവരാണല്ലോ നിശാചരന്മാരുണ്ടാവുമല്ലോ രാത്രിയിൽ, അവർക്ക് കൂടി വിശന്നിരിക്കാൻ ഇടവരാതിരിക്കാം. അത്ര കെയർഫുള്ളാണ് അന്നപൂർണേശ്വരി നമ്മുടെ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ആ നിലയിലാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ, നമ്മുടെ മുഖത്ത് നിന്ന് വരേണ്ടത് സ്തുതിയാണ്. അവിടെ നാട്ടുകാര്യമോ വീട്ടുകാര്യമോ പരദൂഷണമോ ഇതൊന്നുമല്ല, സ്തുതിയാണ് വരേണ്ടത്. ആ സ്തുതി അതേസമയത്ത് നമ്മുടെ ഹൃദയത്തില് ധ്യാനമാണ് ഉണ്ടാവേണ്ടത്. ആ ഭഗവത് ചൈതന്യത്തിന്റെ ആ സ്വരൂപത്തിന്റെ ധ്യാനമാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങനെയാണ് പ്രദക്ഷിണം. ഈ 4 അംഗങ്ങളിൽ ചേർന്ന് വന്നാലേ അതിന് പ്രദക്ഷിണം എന്ന് പേരുള്ളൂ. സ്കൂട്ടർ അവിടെ നിർത്തി അതിന്റെ ചോട്ടിൽ ചെരുപ്പഴിച്ചിട്ട് ഓട്ടി വന്ന് പോയി നോ പ്രദക്ഷിണം. നിങ്ങൾ പ്രദക്ഷിണം ചെയ്തതായിട്ട് കണക്കില്ല. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു മനസ്സംതൃപ്തിക്ക് നമ്മൾ അത്രയും ചെയ്തുവല്ലോ എന്ന് വിചാരിക്കാനല്ലാണ്ട് പിന്നെ നിങ്ങളുടെ ഭാവമുണ്ടല്ലോ, സമയം വൈകി അതുകൊണ്ട് എനിക്ക് അകത്ത് കയറി അങ്ങനെ പ്രദക്ഷിണമൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഇവിടെ നിന്ന് പറ്റുന്നത് പോലെ ചെയ്യാം. യെസ്, അത് കൃത്യമായിട്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതാണ് ഭാവഗ്രാഹി എന്ന് പറയുന്നത്. അത് വെറുതെ ആവില്ല കേട്ടോ.
സ്കൂട്ടർ നിർത്തി അവിടെ തന്നെ ചെരുക്കൊണ്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് സല്യൂട്ട് അടിച്ച് പോയാലും ആ സല്യൂട്ട് പോലും ഭഗവാൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. പക്ഷെ പ്രദക്ഷിണം എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഓരോ കാര്യവും. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം എന്നാ പറയാം. ആസന്ന പ്രസൂതയായ ഗർഭിണി ഒരു കുടം എണ്ണയുമായിട്ട് നടക്കുകയാണെന്ന് കൂട്ടുക. ഗർഭിണി എണ്ണ തലയിൽ വെച്ചിട്ട് നടക്കാൻ സാധ്യതയില്ല. എന്താ? ഇല്ല. സാധാരണ സ്ത്രീകളൊന്നും തലയിൽ കയറ്റിയിട്ടല്ല നടക്കുക. ശ്രദ്ധിക്കണം. പുരുഷന്മാരാണെങ്കിൽ എല്ലാം തലയിൽ കയറ്റിയിട്ടാണ് നടക്കുക. അടിവരെ എന്തുണ്ടായാലും അവർ സ്വന്തം തലയിൽ കയറ്റി വെക്കും. അതിന്റെ ഉപദ്രവമൊക്കെ അവർ അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീകൾ ഒരു സംഗതിയും തലയിൽ കയറ്റില്ല. ഒരു സംഗതിയും തലയില്ല. അവരെവിടം വരെ കേട്ടുള്ളൂ? ഇവിടെ തോളത്തങ്ങ് കയറ്റി. ഒരു കടം ഇത് കൊടുത്തു കഴിഞ്ഞാൽ തോളത്തങ്ങ്. അപ്പൊ അങ്ങനെ പ്രസവത്തിന് സന്നദ്ധയായിട്ടുള്ള ആസന്ന പ്രസൂതിയായിട്ടുള്ള നാരി തൈലകുംഭം എടുത്തിട്ട് എങ്ങനെയാണോ നടക്കുന്നത്, സ്വതവേ ഗർഭിണി ഇരുന്ന് തൈലകുംഭവും കൂടി കയ്യിൽ ഉണ്ടായാലുള്ള അവസ്ഥ അറിയുന്നത്, അതുപോലെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. അത്രയും കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധയുണ്ടാവണം, അത്രയും സ്ലോ ആയിരിക്കണം. എന്തൊരു കൃത്യമായ ഉദാഹരണമാണ് നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നത്. നോക്കൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ചുമട്ട് തൊഴിലാളി സിമന്റ് ചാക്ക് എടുത്ത് നടക്കുന്നത് പോലെയെന്ന് പറയുമായിരുന്നു, പറഞ്ഞിട്ടില്ല. ചെത്തുകല്ലെടുത്ത് നടക്കുന്ന പോലെയെന്ന് പറയുമായിരുന്നു, കുട്ടിയെ എടുത്ത് നടക്കുന്നത് പോലെയെന്ന് പറയുമായിരുന്നു, പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? തൈലകുംഭവുമായി നടക്കുന്നത്. തൈലകുംഭത്തിന്റെ പ്രത്യേകത എന്താ അറിയാം? നമ്മളുടെ ചെറിയൊരു ശ്രദ്ധ മാറിയാൽ ഇത് ചെരിഞ്ഞു മറയും, തുളുമ്പിപ്പോവും. ഇതൊക്കെ സംഭവിക്കും. മറന്നാൽ അതിനേക്കാളും അപകടം. നല്ല സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് വരികയല്ലേ, എവിടെയെങ്കിലും ദേശീയ തീർന്നു വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനത്തെ ഒരു പ്രദക്ഷിണം ഓരോ ആൾക്കും പറഞ്ഞതുപോലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളില് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അകത്തിരിക്കുന്ന അതേ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയാണ് അർജുനോട്, അതേ അർജുന, ഈശ്വരൻ നമ്മളുടെ ഒക്കെ ഹൃദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. സാറിന് ഭ്രാന്തായി. എന്റെ ഹൃദ്ദേശത്തിലായിരിക്കുന്നത് കൊണ്ട് തലയിൽ ഇങ്ങനെ കൊട്ടിക്കാണിക്കുന്നു. ഹൃദ്ദേശം നമുക്കല്ല വ്യത്യാസം, പക്ഷെ സാറിന് മാത്രം എവിടെയാണ് രണ്ടും ഹൃദ്ദേശം. എന്താ ഈ ഹൃദ്ദേശം എന്ന് പറഞ്ഞാല്? ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? ശരി, ഹരണേ ദാനേ യാതി എന്ന 3 ധാതുക്കളുടെ പ്രയോഗമാണ്. അതായത് അശുദ്ധരക്തത്തെ മുഴുവൻ വലിച്ചെടുക്കും, ഇല്ലേ? ഹരണേ, ആഹരണം ചെയ്യും. പിന്നെ അശുദ്ധരക്തത്തെ കൊടുക്കും, ദാനം. പിന്നെയോ യാതി, ഇതിൽ പ്രഷർ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിലേക്ക്, ബ്ലഡ് പ്രഷറിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കും. ഇതാണ് നമ്മളുടെ ഈ ഹൃദയം എന്ന് പറയുന്ന രക്തചംക്രമണ വ്യൂഹത്തിന്റെ കേന്ദ്രത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് അതിനെ ഹൃദയം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ തൊട്ടിട്ട് ഹൃദയം എന്ന് ഞാൻ പറയാനുള്ള കാരണം അറിയോ? ഈ സഹസ്രാരരത്നം എന്ന് പറയുന്നത് എങ്ങനെ ഹൃദയമാവും ചോദിച്ചാൽ, ഈ അനുഭൂതികളെ അത് വലിച്ചെടുക്കും. ചൂട്, തണുപ്പ് മുതലായിട്ടുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ സംവേദനങ്ങൾ കൊടുക്കും, ആജ്ഞകൾ കൊടുക്കും. ഇതാരും തീയാണ് കേട്ടോ, തൊട്ടപ്പോഴും ഇപ്പോടി വന്നിട്ടുള്ള വണ്ടിയുടെ സൈലൻസറാണ്, മുട്ടിപ്പോരുത് എന്ന് ആജ്ഞ കൊടുക്കും. ഇത് ശരീരത്തിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് പ്രവഹിപ്പിക്കും. ഈ 3 കാര്യം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ആക്ച്വലി ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനാണ്. സഹസ്രാര രത്നം എന്ന് പറയുന്ന സാധനം. ആ സഹസ്രാര രത്നത്തിലാണ് ഭഗവാൻ എപ്പോഴും കുടികൊള്ളുക. ഇതിങ്ങനെ വളർന്ന് കാണിച്ചു കൊടുക്കാം, പക്ഷെ ഇതിനേക്കാൾ ഇവിടെയാണ് പ്രാമുഖ്യം എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭഗവാൻ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അതേ ഭഗവാനെ നമ്മളെ കണ്ട് സന്തോഷിച്ച് കണ്ണടച്ച് ഉള്ളിലാക്കിയിരിക്കണം. അപ്പൊ ആ ഭഗവാനെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ധ്യാനിച്ചുകൊണ്ട്
ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നു. ഇതാണ് സമ്പ്രദായം. പ്രദക്ഷിണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാം. ഇതാണ് വിധി. നമസ്കാരം തലയുദ്ധത്തിലാണ് അല്ലേ? ഹലോ നമസ്കാരമുണ്ട്, ഒരു നമസ്കാരം, മറ്റൊരു നമസ്കാരം, ഇതൊക്കെ നമസ്കാരത്തിന്റെ ഭാഗമാണ്. ദണ്ഡം പോലെ നീണ്ടു നിവർന്ന് വീഴ. അതുകൊണ്ട് ഭഗവാന്റെ മുന്നില് പുരുഷന്മാർക്ക് വിധിച്ചിട്ടുള്ളത് ദണ്ഡ നമസ്കാരം. ആ പറ്റില്ല ഏത് നമസ്കാരവും സ്വീകരിക്കാം. സ്ത്രീകൾക്ക് ദണ്ഡ നമസ്കാരം ശാസ്ത്രം വിധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സ്ത്രീ മോശക്കാരിയായതുകൊണ്ടല്ല, മനസ്സിലായില്ലേ? സ്ത്രീ ശരീരത്തിന്റെ പ്രത്യേകതകൾ വെച്ചിട്ട് സ്ത്രീകള് അഷ്ടാംഗ നമസ്കാരം പതിവില്ല, സാഷ്ടാംഗ നമസ്കാരം പതിവില്ല. അതാണ് സമ്പ്രദായം. മുട്ടുകുത്തി, കൈകുത്തി, നെറ്റി മുട്ടിച്ചിട്ടാണ് നമസ്കരിക്കുക. ഇതാണ് സമ്പ്രദായം. അതിനൊക്കെ കാരണമുണ്ട്. ഗണപതിയുടെ അടുത്തെത്തിയാലും നമ്മളിങ്ങനെ ചെവി രണ്ടും പിടിച്ചിട്ട് ഏറ്റം ഇട്ടിട്ട് വേണം നമസ്കരിക്കാൻ എന്നാ പറയാം. എന്താ ഇതിന്റെ കാര്യം? ഇപ്പൊ പറയണോ അതിനെന്തോ ഒരു പ്രത്യേക യോഗ എന്നൊക്കെ പേരുണ്ട് പുതിയ ലോകത്തിൽ. പണ്ട് നമസ്കാരം എന്നാ പേര്. എത്രയുള്ള വ്യത്യാസം. അത് ഗണപതിയുടെ മുന്നിൽ, ആനത്തലയുടെ മുന്നിൽ തന്നെയാണ് നമസ്കരിക്കുക. എന്തേ? ആ ആനത്തല നമുക്കുണ്ടാവും. ആനത്തല കാരണം അതിനകത്തെ ഫങ്ഷനിങ് ആണ്. ആണാവരണം ഒരു വലിയ സാധനമാണ് നമ്മുടെ കൽപ്പന. അപ്പൊ നമ്മുടെ തല വളരെ വലുതാണ്, അതിന്റെ ഫങ്ഷനിങ് വളരെ വലുപ്പത്തിലാണ്. അതിനു വേണ്ടിയില്ല. അപ്പൊ ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് കൂടി അതിനകത്തുണ്ട്. ഇതിനെല്ലാത്തിനും മോഡേൺ സയൻസുമായിട്ട് ബന്ധിപ്പിക്കണം എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഇതുണ്ട് നമ്മുടെ കാര്യത്തിൽ. ഏതായാലും ഇങ്ങനെ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാലാണ് പിന്നെയാണ് നമ്മൾ പ്രസാദം കാണേണ്ട കാര്യം ചിന്തിക്കുക. പ്രസാദം കാണേണ്ടത് നമുക്ക് ആദ്യം തരുക മേശാന്തി ഒരു തീർത്ഥാണ് അല്ലേ? നമ്മൾ വാങ്ങോ? സാധാരണ ഭക്തൻ അത് വാങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരു ദക്ഷിണ അങ്ങോട്ട് കൊടുക്കും. എന്തിനാണ്? അതിന്റെ പേരാണ് തീർത്ഥദക്ഷിണ എന്ന്. ഇത് ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ളിടത്തോളം കാലം ഒരാൾക്കും ഒരു ദേവസ്വം ബോർഡിനും നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ദാനം ചെയ്യരുത് എന്ന് പറയാൻ ഏത് നിയമമാണ് അനുവദിക്കുന്നത്? ദക്ഷിണ ചെയ്യരുതെന്ന് ഏത് നിയമമാണ് അനുവദിക്കുന്നത്? എനിക്കെന്റെ മൗലികാവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശമുണ്ട്. ഞാൻ ആർക്കെന്ത് കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നു. വാങ്ങണമുണ്ടോ എന്ന് അയാൾ തീരുമാനിച്ചു. അത് അയാളുടെ അവസ്ഥ. ഒരു ദേവസ്വം ബോർഡിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്റെ അവകാശമാണ്. അപ്പോ ആദ്യം ദക്ഷിണ കൊടുക്കും. തീർത്ഥം വാങ്ങാൻ എന്തിനായിരിക്കും അങ്ങനെ ഒരു പ്രക്രിയ? ഇതിന്റെ പൈസയാണ്, വെള്ളത്തിന്റെ പൈസയാണ്, പുഷ്പത്തിന്റെ പൈസയാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചന്ദനം കലക്കിയിട്ട് കെമിക്കൽ കലക്കിയിട്ടൊക്കെ തരിക, അതിനുള്ള പൈസയാണ്. ഒന്നല്ല, അത് നമ്മുടെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം. എന്താ പറയുക? നമ്മളെല്ലാം ഈ ഉപനിഷത്ത് സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരാണ്. അപ്പോ ഉപനിഷത്ത് നമ്മളോട് പറയുന്നുണ്ടല്ലോ, ധനം എന്നാണ്. ഒരാളുടേതും നമ്മള് ഒരു ധനവും നമ്മള് സ്വന്തമാക്കാൻ പാടില്ല. എങ്ങനെ? ബലാ, നമ്മൾ അപഹരിക്കരുത് എന്നാണ്. അപ്പോ നമ്മളുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്, ദക്ഷിണ. അത് ചോദിച്ചു വാങ്ങാൻ ശാന്തിക്കാരനോ തന്ത്രിക്കോ അവകാശമില്ല. അത് കൊടുക്കുന്നത് തടയാൻ ഒരു ഗവൺമെന്റിനും ഒരു ദേവസ്വം ബോർഡിനും അധികാരമില്ല. ഇതാണ് അതിന്റെ കാര്യം. വാങ്ങണോ വേണ്ടോ എന്ന് മേശാന്തിക്ക് തീരുമാനിക്കാം, തന്ത്രിക്ക് തീരുമാനിക്കാം. കൊടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്കും തീരുമാനിക്കാം, ഭക്തർക്കും തീരുമാനിക്കാം. ഇതിൽ മറ്റുള്ളവർക്ക് കൈയടക്കാൻ അധികാരമില്ല. ഇതാണ് അപ്പൊ ദക്ഷിണ ചെയ്ത് നമ്മൾ പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ ഉടനടി അവിടെ തന്നെ തീർത്ഥം കിട്ടിയടങ്ങും ഒരു തെളിയ. ക്യൂല് നിൽക്കുന്ന എത്ര ആൾക്കോ അവസാനത്തിൽ നിൽക്കുന്ന ആൾക്ക് വരെ ഇനി പിന്നെ തീർത്ഥം വാങ്ങണം. കാരണം അങ്ങനെയല്ല. ഇത് കൈ കിട്ടിയ ചിലർക്ക് അങ്കലാപ്പാണ്. ഇത് എന്ത് ചെയ്യണം ഒരു കിട്ടിയില്ല. രണ്ടു കൈകൊണ്ട് ഇറക്കും, ചമരുന്നത്തേക്കും അവിടെയും ഇവിടെയും. എന്താ ഈ തീർത്ഥം എന്താ ചെയ്യേണ്ടത്? വെള്ളം കിട്ടിയ എന്താ ചെയ്യുക? സാധാരണ ചിലര് കുടിക്കും,
കുറെ ഭേദം. നക്കി കുടിക്കാതിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തെങ്കിലും ഇത് ചെയ്യാം. സാധാരണ ഒരു ചെടി, ആ ചെടിക്കാണെങ്കിൽ വെള്ളം നമ്മുടെ ഇത് ഒഴിക്കുക, മരത്തിന്റെ മുകളിൽ കയറി കാലിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ അങ്ങനെ ഒഴിക്കുന്ന സന്ദർഭമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ പതിവില്ല. സാധാരണഗതിയിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഇല്ല, വേരില്ല അല്ലെ, മനുഷ്യന്റെ വേറെ ഇല്ല, മനുഷ്യന്റെ വേറെ ഇല്ല. ഭഗവാന് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, മനുഷ്യന് വേരുണ്ടോ അല്ലെ? ഭഗവത്ഗീത നമ്മളെ ഉപദേശിക്കുന്ന അതിനെ ഭഗവത്ഗീത പഠിക്കണമെന്ന് പറയുന്നത്. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി പർണ്ണാനി യസ്തം വേദസവേദവിദോ. ഊർധ്വമൂലം, മുകളിലോട്ടാണ് വേര്, അധശാഖം താഴോട്ടാണ് ശാഖ. ശരിയല്ലേ? നിങ്ങളുടെയൊക്കെ വേര് അങ്ങനെ നോക്കിയാൽ ഇതെല്ലാം വേറെ ജടപടല വേര് എങ്ങനെയാണോ മണ്ണിനടിയിൽ ഉണ്ടാവുന്നത് അതുപോലെ പിടികിട്ടിയിട്ടുണ്ടാവും. ശാഖ എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുമ്പം കൈയുടെ 2 ശാഖ, കാലിന്റെ 2 ശാഖ, അധശാഖം. ഇങ്ങനെ പ്രക്രിയ. അപ്പൊ പിന്നെ വെള്ളം ധരിക്കേണ്ടത് എവിടെയാണ്? ഒരു സംശയമില്ല, അവനവന്റെ തലയിൽ മാത്രം, അടുത്തിരിക്കുന്നവന്റെ തലയിലല്ല. ഓർമ്മയാണ്. അപ്പൊ ആ ഒരു അച്ചടക്കം അവിടെ പാലിക്കുക തന്നെ വേണം. അങ്ങനെ തീർത്ഥം തലയിൽ തെളിച്ച് ചന്ദനം പൂവൊക്കെ എടുത്ത് ചെവിയിൽ ചൂടി അല്ലെ, തലയിലും ചിലർക്ക് ചൂടാം, വിരോധമില്ല. നെറ്റിയിൽ ചന്ദനം തൊടാം, ബാക്കിയുള്ള ചന്ദനം അടുത്തിരിക്കുന്ന ചുമരിൽ കാണുന്ന സാലഭഞ്ജികയുടെ നീട്ടി തേക്കാം അല്ലെ, അത് പാടില്ല. ക്ഷേത്രം വൃത്തികേടാക്കാൻ നമുക്ക് അധികാരമില്ല, വൃത്തിയാക്കാൻ നമുക്ക് അധികാരമുണ്ട്. എല്ലാം അങ്ങനെയാണ്. ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലവും നമുക്ക് വൃത്തികേടാക്കാൻ അധികാരമില്ല, വൃത്തിയാക്കാൻ നമുക്ക് അധികാരമുണ്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത. ഏതായാലും ചന്ദനവും പൂവൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് ക്ഷേത്രത്തിലൊരു മൂലക്ക് അവഗണിക എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. അവഗണിക പറഞ്ഞാൽ വേസ്റ്റ് കൊണ്ട് നടത്തും, അവിടെ കൊണ്ടിട്ടോ. പക്ഷെ അവിടെ എന്തിടാൻ പാടില്ല, അവിടെ എച്ചിലിടാൻ പാടില്ല. എച്ചില് കൊണ്ട് വേറെ ഉണ്ടാവില്ല, അത് അഗ്രശാലയ്ക്ക് പുറത്താൻ പാടില്ല, മതിൽ കണ്ടല്ല. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം, ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ തൽക്കാലം ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും തന്റെ ശരീരത്തിലോ മറ്റോ പറ്റിയിട്ടുണ്ടോ, താൻ ദക്ഷിണ കൊടുത്തു വാങ്ങിയ പ്രസാദം അല്ലാതെ എന്തെങ്കിലും തന്റെ കയ്യിലുണ്ടോ, നിർബന്ധമായി അത് തട്ടിക്കുടഞ്ഞ് മതിൽക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല. എന്തെങ്കിലും അറിയാതെ നമ്മൾ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദേവസ്വം അപഹരിച്ചതിന്റെ ദോഷം പ്രശ്നത്തിൽ നിങ്ങൾക്ക് കാണാം. അറിഞ്ഞിന്ന് വേണമെന്നില്ല. ഇപ്പൊ ക്ഷേത്രത്തിനൊന്നും എടുത്തുകൊണ്ടുപോകാൻ പാടില്ല. എന്തുണ്ടെങ്കിൽ നമുക്ക് വേണം ക്ഷേത്രത്തിന് കൊടുക്കാം, വിരോധമില്ല. ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് പ്രസാദം. അത് ഏത് രൂപത്തിലുള്ള പ്രസാദമായാലും നമുക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ഇവിടുന്ന് കിട്ടണം എന്ന് വിചാരിക്കരുത്. ഇവിടുന്ന് കിട്ടേണ്ട ഒറ്റ സാധനമില്ല, അത് ഭഗവത് പ്രസാദമാണ്. ഇവിടേക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തയ്യാറാവുക. എന്നേരാണ് നമ്മുടെ യുക്തി പ്രവർത്തിക്കുക. നേരത്തെ പറഞ്ഞ യുക്തി പ്രവർത്തിക്കണം. ഇതെന്തും ഭഗവാൻ ചൊല്ലി, പിന്നെന്തിന് ഭഗവാൻ കൊടുക്കണം, എന്താ ആവശ്യത്തിൽ? അങ്ങനെ ചില വാദികൾ ചിന്തിക്കലുണ്ട്. ഭഗവാന്റെതാണ് സകലം, പിന്നെ നമ്മളെന്തിനാ ഭഗവാന് കൊണ്ട് കൊടുക്കണമെന്ന്? നിങ്ങൾക്ക് ജീവിതം മനസ്സിലാവാത്തോണ്ടാണ്. ഒരമ്മ കുട്ടീനെ വളർത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നെയ്യും ഒക്കെ കൂട്ടി കുഴച്ച്, ഉപ്പൊക്കെ കൂട്ടി കുഴച്ച് വേണമെങ്കിൽ അമ്പിളി അമ്മാവനെയൊക്കെ കാണിച്ചിട്ട് ഇതാ ആർക്കാ പൂച്ച എന്നൊക്കെ പറഞ്ഞ് വായിൽ കൊടുക്കും. ഇല്ലേ? വായി കൊടുക്കും. അത് കഴിഞ്ഞാലോ കുട്ടി എന്ത് ചെയ്യും? അമ്മേന്റെ തലയിലും തല്ലും, വീട്ടിൽ തല്ലും അല്ലെ, സന്തോഷം കൊണ്ട്. അത് കഴിഞ്ഞ് പ്ലേറ്റിലും തല്ലും. പിന്നെ പ്ലേറ്റിൽ വായിലേക്ക് ഇട്ട് കൊടുത്തത് വായിൽ നിന്ന് വാരിയിട്ട് അമ്മേന്റെ വായിലേക്ക് കൊടുക്കും. ഇല്ലേ? ഏതെങ്കിലും അമ്മ വൃത്തിയോട് കാണിക്കണം ചോദിച്ച് കുട്ടീനെ തച്ചിട്ടുണ്ടാവും. എന്റെ അറിവിൽ ഇന്നുവരെ ഇല്ല. മറിച്ച് അമ്മേന്റെ ഉണ്ടാവാം, അമ്മ അങ്ങനെ ആനന്ദം കൊണ്ട് അട്ടി മറിഞ്ഞിട്ടുണ്ടാവും. എന്റെ തന്റെ മോൻ തനിക്ക്
വായിലിട്ടതാണ്, ഉമിനീര് കലർന്നതാണെന്നൊന്നും അവിടെ ചിന്തയില്ല. ശുദ്ധാശുദ്ധങ്ങളും മറ്റൊരു ഭാവനയും അവിടെയില്ല. അവിടെ ഉള്ളത് ഈ സ്നേഹഭാവന മാത്രം. അപ്പൊ അതുപോലെ അപ്പൊ നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാം ഭഗവാന്റെതാണ്. ചോറുണ്ടാക്കിയതും നെയ് കൂട്ടിയതും കരട്ടിയതും ഉപ്പേരി വെച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്. എന്നിട്ടും ഞാനത് കുട്ടിയുടെ വായിലിട്ട് കൊടുത്തത് എനിക്ക് തരുമ്പോഴോ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമില്ലേ, ഈ ആനന്ദം ആ ദേവതക്ക് ഉണ്ടാവണ്ടേ? ആ ദേവതക്ക് ഉണ്ടാവില്ലേ? ഉണ്ടായാൽ എന്താ ഗുണം? സന്തോഷം ദേവതക്കുണ്ടായാൽ ഗ്രാമത്തിൽ മുഴുവൻ ബാധിക്കും, എല്ലാം സന്തോഷം. അപ്പൊ ഗ്രാമക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ പൂർവിക ആചാര്യന്മാര് ചെയ്തു വെച്ചിരിക്കുന്നത് ഭക്തിയ, യുക്തിയ, വിഭക്തിയ, ഈ 3 കാരണങ്ങൾ അളവുകോലുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ അയുക്തി കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ ബുദ്ധിയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാണ്. അത് കാണാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തത്വശാസ്ത്രം മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ട് പാരമ്പര്യ ശാസ്ത്രങ്ങൾ ഒന്നും അയുക്തികങ്ങളല്ല, അനാചാരങ്ങളല്ല. നിന്റെ ബുദ്ധിയാണ് അയുക്തിയവും അനാചാരവുമായി പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ യുക്തിവാദിയുടെയും മുഖത്ത് നോക്കി ചോദിക്കാൻ ഓരോ ഭക്തനും തന്റെ ഇടമുണ്ടാകാം. അപ്പൊ ഇതൊക്കെ നിൽക്കും. ആക്ഷേപങ്ങളും അപരാധങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു ഭക്തനാണോ തന്റേതെന്ന് കൽപ്പിക്കുന്ന ഭഗവത് ചൈതന്യത്തിൽ നിന്നുണ്ടായ തന്റെ വസ്തുവകകള് ക്ഷേത്രത്തിന് യഥാശക്തി 5 സമർപ്പിക്കാൻ തയ്യാറാവുന്നത്, ആ ദേവൻ മാതൃവാത്സല്യത്തിൽ അത് സ്വീകരിക്കുകയും തിരിച്ചനുഗ്രഹിക്കുകയും ചെയ്യും. ആ ലോകാനുഗ്രഹാർത്ഥം എന്ന് പ്രാർത്ഥിച്ചത് അവിടെ സഫലമാവും. ആ ഗ്രാമത്തിന് മുഴുവൻ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ദേവനെ വിഭാവനം ചെയ്താൽ ആ ദേവൻ നമ്മളെ വിഭാവനം ചെയ്യും. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇങ്ങനെ നമ്മളെ ഭക്തൻ ദേവനെയും ദേവൻ ഭക്തനെയും വിഭാവനം ചെയ്യുമ്പോൾ സമാജം മുഴുവൻ ശ്രേയസ്സായിത്തീരും. ഈ വിദ്യ ഉപദേശിക്കാൻ കൂടി ക്ഷേത്രത്തിനാണ് അധികാരം. 5 തരത്തിലുള്ള ദാനം ക്ഷേത്രത്തിന് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട 3 ഞാൻ പറയാം. ഒന്ന്, ഏറ്റവും ഫസ്റ്റിൽ വിദ്യാദാനം ചെയ്യണം. ക്ഷേത്ര പരിധിയിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ വിദ്യ കൊടുക്കണം. ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കേണ്ട വിദ്യ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കണം. മറ്റ് IIT, IIM-ലൊക്കെ കൊടുക്കുന്ന വിദ്യ അവർ കൊടുക്കണം. അവർക്ക് കൊടുപ്പിക്കാനുള്ള സാഹചര്യം ക്ഷേത്രത്തിന് ഉണ്ടാവണം. ആർക്കാണോ IIT-യിൽ പഠിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നത് അവർക്ക് പണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഗ്രാമക്ഷേത്രത്തിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തന്റെ ഗ്രാമക്ഷേത്രത്തിന്റെ പരിധിയിലിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ യോഗക്ഷേമം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ക്ഷേത്രത്തിനാണ്, ക്ഷേത്ര കമ്മിറ്റിക്കാണ്, ഭഗവാനാണ്. ആ ഭഗവാന് വേണ്ടിയിട്ടാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് കമ്മിറ്റിക്കാരന്റെ തോന്നിവാസം കാണാൻ ഭഗവാൻ ഉണ്ടാണ്ടിരിക്കുന്നതല്ല. ഈ ധാരണ കമ്മിറ്റിക്കാർക്ക് ഉണ്ടാവണം, ക്ഷേത്രാധികാരികൾക്ക്. അപ്പോ അന്നദാനം മറ്റൊരു ദാനമാണ്. അഗതികളായിട്ട് ആ നാട്ടിൽ ആരും ഉണ്ടാവരുത്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. അതിൻ്റെയൊക്കെ വിശാലമായ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളണം. 3ാമത്തെ ദാനം കന്യാദാനം. നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ സൗകര്യമുണ്ട്. കന്യയെ ദാനം ചെയ്യണം. അപ്പൊ കന്യാദാനം ഒരു വിവാഹ പന്തലങ്ങൾ കെട്ടിവെക്കും, ഓഡിറ്റോറിയം. വളരെ സൗകര്യം. 1 ലക്ഷം രൂപ ദിവസം കിട്ടുകയും ചെയ്യും. അതല്ല ഉദ്ദേശിക്കുന്നതല്ല. കന്യാദാനം എന്ന് പറഞ്ഞാല് ഈ ഗ്രാമത്തിൽ ഇരിക്കുന്ന കന്യകമാര് വിവാഹം കഴിക്കേണ്ട പ്രായത്തിലെത്തിയ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന്റെ നേതൃത്വം ക്ഷേത്രത്തിനുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സാധിച്ചിട്ടില്ലാന്ന് വരും, ചിലപ്പോൾ സാമൂഹികമായ വ്യവസ്ഥിതി കൊണ്ട് സാധിച്ചിട്ടില്ലാന്ന് വരും. പക്ഷേ അവിടെ ക്ഷേത്രത്തിന് പങ്കുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിന് വേണ്ടി, ദേവന് വേണ്ടി കമ്മിറ്റിക്കാര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നാട് ഐശ്വര്യപൂർണ്ണമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ബാക്കി എല്ലാ ദാനവും ചെയ്യുന്നത് നമുക്ക് താൽക്കാലികമാണ്. അന്നദാനം എന്ന് പറഞ്ഞാല് വിശപ്പ് അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വിശക്കുമ്പോൾ അന്നം വേണം.
കന്യാദാനം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അനന്തരഫലങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് അവിടെ കൊണ്ട് അവിടെ നിൽക്കും. എന്നാൽ വിദ്യാദാനം എന്ന് പറയുന്നത് ഇത്രയും ശ്രേഷ്ഠമായിട്ട് മറ്റൊരു സംഗതിയില്ല. അത് തലമുറയായിട്ട് നിലനിൽക്കും. അത് ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തം. പ്രത്യേകിച്ച് വേദവും സംസ്കൃതവും പഠിപ്പിക്കേണ്ടത് ഓരോ ക്ഷേത്രത്തിന്റെയും ധർമ്മമാണ്. സനാതന ധർമ്മ തത്വം മതപാഠശാലകൾ നടത്തേണ്ടത് ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ക്ഷേത്ര വരുമാനത്തിന്റെ 5-1 അതിൽ ഉപയോഗിക്കേണ്ടതാണ്. വിദ്യദാനം ചെയ്യണം. സംസ്കൃതം മുഴുവൻ ആളെ പഠിപ്പിക്കണം. ഭഗവത്ഗീത മുഴുവൻ ആളെ പഠിപ്പിക്കണം. വേദം ചൊല്ലിയാലേ ചൈതന്യം വർദ്ധിക്കും. ചൈതന്യം വർദ്ധിക്കാൻ 5 കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ പറയാം. അതിലൊന്നാണ് ആമ്നായ ജപം. ഈ ആമ്നായ ജപം നടത്തണമെങ്കിൽ ഒരു വേദപാഠശാല ഇതിനോട് ചേർന്നുണ്ടാവണം. ഇല്ലെങ്കിൽ ഉള്ള വേദപാഠശാലയെ സംരക്ഷിക്കാൻ ക്ഷേത്രത്തിന് ഉത്തരവാദിത്വം. ഇവിടെ വിദ്യ നടത്തണം. അങ്ങനെ ദാനം ചെയ്ത് ദാനം സ്വീകരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രാചാരത്തിന്റെ കാതൽ. സമയം വളരെ കൂടിപ്പോയോ സംശയം. അതായത് ഇവിടം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ മനസ്സിലാക്കാം. എല്ലാവർക്കും നന്ദി. എന്നിവിടെ ക്ഷണിച്ചതിനും പ്രത്യേകിച്ച് നന്ദി. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി. ഇതില് എന്ത് നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒരു പരമ്പര വഴി നമ്മൾ പഠിച്ചു എന്നതാണ്. എന്തെങ്കിലും തകരാറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ്. അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദിത്തം. അതുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ദേവിയുടെ തൃപ്പാദങ്ങളിൽ പൂജാപുഷ്പമായിട്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.